ആദ്യം ഇപ്പം ഈ വീട് ചെയ്യാൻ പോവുക. ഈ വീട് അപ്പോൾ ഇതിൻ്റെ ഇത് എലിവേഷൻ, ഇത് അതിൻ്റെ ഫ്ലോർ പ്ലാൻ. അപ്പോൾ ഞാൻ തുടങ്ങാൻ പോവുക. ആദ്യം മാക്സ് എടുത്തു. മാക്സിന് ടോപ്പ് വ്യൂ, ലൈൻ, കീബോർഡ് എൻട്രി ഫസ്റ്റ് ആഡ് പോയിന്റ്. എന്നിട്ട് ഞാൻ 1910 ആദ്യം എക്സിലേക്ക്, അത് കഴിഞ്ഞ് വൈയിലേക്ക് -1070 ആഡ് പോയിന്റ്. അത് കഴിഞ്ഞ് എക്സിൽ ആർ അടിക്കുന്നത് നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യാൻ പ്ലസ് ചെയ്യാൻ വേണ്ടി ആർ അടിക്കും. അപ്പം ആർ -1120 എക്സ് നെഗറ്റീവ് സൈഡിലോട്ടാണ് പോകുന്നത്. അപ്പം ആർ എന്നിട്ട് ആഡ് പോയിന്റ്. അത് കഴിഞ്ഞ് 170 യൂണിറ്റ്സ് വൈയിൽ മുകളിലോട്ട്, ആർ +170 അത് കഴിഞ്ഞ് എക്സിൽ 790 അത് ആഡ് പോയിന്റ് ക്ലോസ്. അത് കഴിഞ്ഞ് നമ്മളിതിനെ റീനെയിം ചെയ്യുക. ഫൗണ്ടേഷൻ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വോൾ വരുന്ന ഭാഗം എനിക്ക് ഇത് ചെയ്യണം. അപ്പോൾ വോൾ വരുന്ന ഭാഗം ഞാൻ മെഷർമെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ വോൾ വരുന്നത് ഇത്ര ഏരിയയിലാണ്. ഇവിടം ഇത്രയും വരാന്തയാണ് വരുന്നത്, ഈ പോർഷൻ വോൾ വരുന്നത്. അപ്പോൾ ഞാൻ അടുത്ത ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈൻ എടുത്തു, കീബോർഡ് എൻട്രി എല്ലാം 0-ലാക്കുക, ആഡ് പോയിന്റ്, ദെൻ 1740 ആഡ് പോയിന്റ്, വൈയിൽ R -900 add point, then Excel -1740 add point close. ഇതിനെ ഞാൻ വോൾ എന്ന് പറഞ്ഞ പേര് കൊടുത്തു. നെക്സ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സെലക്ട് ചെയ്തു, ഫൗണ്ടേഷൻ. സോ നെക്സ്റ്റ് ഇത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നോക്കുക, ഫൗണ്ടേഷൻ്റെ ഹൈറ്റ് 45 യൂണിറ്റ്സ്. സോ 45 യൂണിറ്റ്സ് ഞാൻ എക്സ്ട്രൂഡ് എന്ന് പറഞ്ഞ ഫൗണ്ടേഷൻ സെലക്ട് ചെയ്തിട്ട് ഫൗണ്ടേഷൻ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞാൽ ഞാൻ മോഡിഫൈ ലിസ്റ്റിൽ നിന്ന് എക്സ്ട്രൂഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. എക്സ്ട്രൂഡ് എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ എമൗണ്ട് 45 യൂണിറ്റ്സ് മുകളിലോട്ട്. സോ ഇറ്റ് കംസ് ലൈക്ക് ദിസ്. അത് കഴിഞ്ഞ് വോൾ സെലക്ട് ചെയ്തു. ഇതിനെ ഞാൻ ഇപ്പം ഫൗണ്ടേഷൻ 45 യൂണിറ്റ്സ് മുകളിൽ നിൽക്കുക, വോൾ 0 യൂണിറ്റ്സിലാണ് ഇസഡ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ മൂവ് എടുത്തിട്ട് ഇസഡിൽ 45 യൂണിറ്റ്സ് മുകളിലോട്ട് എടുത്തു. അപ്പം ഫൗണ്ടേഷൻ്റെ ലെവലിൽ വന്നു വോൾ. ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്ലൈൻ മോഡിൽ പോയിട്ട് ഞാൻ ഔട്ട്ലൈൻ 23 യൂണിറ്റ്സ് ഇതിൻ്റെ വോളിൻ്റെ തിക്നെസ് കൊടുക്കുക. സോ ഔട്ട്ലൈനിൽ പോയി -23 ഇൻസൈഡ് പോകേണ്ടിയുണ്ട്. ഇൻസൈഡ് പോകാൻ -23. ഇനി ഇതിന് എപ്പോഴും ഫൗണ്ടേഷന് വെളിയിലോട്ടൊരു ചെറിയ തള്ളൽ വരും. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ലൈനിൽ പോയിട്ട് സെഗ്മെൻറ്റ്സ് സ്പ്ലൈൻ ഔട്ട്ലൈൻ ഒരു 10 യൂണിറ്റ്സ് വെളിയിലോട്ട് തള്ളലൊടുക്കാം. 10 യൂണിറ്റ്സ് വെളിയിലോട്ട് തള്ളലൊടുക്കാം. എന്നിട്ട് അകത്തെ സ്പ്ലൈൻ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയുക. എക്സ്ട്രൂഡ് എന്ന് വോൾ സെലക്ട് ചെയ്യുക. സോ ഹിയർ വോളിൻ്റെ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഹൈറ്റ് 210 യൂണിറ്റ്സ് ആണ്. ഈ ഹൈറ്റ് 210 യൂണിറ്റ്സ്. അപ്പം ഞാൻ വോൾ സെലക്ട് ചെയ്തിട്ട് മോഡിഫൈ ലിസ്റ്റ് വന്നു, എക്സ്ട്രൂഡ് 210 യൂണിറ്റ്സ്. 210 യൂണിറ്റ്സ് ഞാൻ എക്സ്ട്രൂഡ് ചെയ്തു. ഓക്കെ, ഇതേ സെയിം ഇത് ഞാൻ തിരിച്ച് ഇതിൻ്റെ ഒരു ക്ലോൺ എടുക്കുക. ഈ ഫൗണ്ടേഷൻ്റെ ഒരു ക്ലോൺ കോപ്പി. ഇതിന് ഞാൻ ലൈൻ എനിക്ക് സ്പ്ലൈനിൽ വന്നിട്ട് ഞാൻ ഇതിൻ്റെ
അകത്തേക്ക് തിരിച്ച് നേരത്തെ കൊടുത്ത 10 യൂണിറ്റ്സ് മൈനസ് ചെയ്യുക. എന്നിട്ട് വെളിയിലത്തെ ആ സ്പ്ലൈൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, അപ്പം ടോട്ടൽ യൂണിറ്റ്സ് ഇപ്പം 45 പ്ലസ് 210, സോ ഇറ്റ് കംസ് ടു 245. ഇസഡിൽ 245 വാല്യൂ കൊടുക്കുക. ഇതിൻ്റെ തിക്നെസ് ഇവിടെ ഡ്രോയിങ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ തിക്നെസ് 30 യൂണിറ്റ്സ്. ഇത് വെളിയിലോട്ട് തള്ളി നിൽക്കുന്ന 83 യൂണിറ്റ്സ് ഫൗണ്ടേഷൻ്റെ ഈ ലെവലിൽ നിന്ന് 83 യൂണിറ്റ്സ്. അപ്പം ഇതെന്ത് ചെയ്യണം വെച്ചാൽ ആദ്യം മാക്സ് എടുത്തു ഞാൻ ഇതിൻ്റെ സ്പ്ലൈനിൽ പോയി ഞാൻ വെളിയിലോട്ട് 83 യൂണിറ്റ്സ് ഔട്ട്ലൈൻ കൊടുക്കുക. യൂണിറ്റ്സ് ഔട്ട്ലൈൻ കൊടുക്കും. സോ ഇറ്റ് കംസ് ലൈക്ക് ദിസ്. അത് കഴിഞ്ഞിട്ട് 70 യൂണിറ്റ്സ് ഇത് കൊടുത്തിട്ട് നെക്സ്റ്റ് പ്രോസസ്സ് ഇവിടെ ഇങ്ങനൊരു കട്ടിങ് ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇനി ഇതിൻ്റെ 30 യൂണിറ്റ്സ് ഇതിൻ്റെ ഹൈറ്റ് ഞാൻ ഇത് സെലക്ട് ചെയ്തു. 30 യൂണിറ്റ്സ്. ഓക്കെ, 30 യൂണിറ്റ്സ് ഹൈറ്റ് ഞാൻ സ്പെസിഫൈ ചെയ്തു. ഇനി ഇതിൻ്റെ വോളിൻ്റെ ഇത് ഞാൻ ഈ വോളിൻ്റെ ഹൈറ്റ് 210 പ്ലസ് 45 255 അപ്പോൾ 210 പ്ലസ് 30 240. അപ്പോൾ ഈ വോളിൻ്റെ ഒരു ക്ലോൺ എടുത്തു. വോളിൻ്റെ ക്ലോൺ copy, then I name it as parapet. Okay, parapet side, no, parapet down. Then എന്നിട്ട് അതിനെ ഞാൻ 45 അപ്പം ഓൾറെഡി ഇത് 210 യൂണിറ്റ്സ്, this one 210 units, ഇത് 30 units, അപ്പോൾ 240 units, R 240. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുത്തെ ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. യൂണിറ്റ്സ്. സോ ഇതിനെ ഞാൻ 95 ആയിട്ട് കുറച്ചു. 95 ആയിട്ട് കുറച്ചിട്ട് ഇത് കണ്ടോ, ഈ പാരപ്പറ്റ് ഇത് ഇങ്ങനെ വരണ്ട, നമുക്ക് ഫുള്ളി ഫിൽഡായിട്ട് വന്നാൽ മതി. എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്ലൈനിൽ പോവുക, ഈ ഇന്നർ സ്പ്ലൈൻ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയുക. ഇന്നർ സ്പ്ലൈൻ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയുക. ആഫ്റ്റർ ദാറ്റ് നെക്സ്റ്റ് പ്രോസസ് ഇത് നമുക്ക് ചെയ്യണം. അതിനു മുമ്പ് നമുക്ക് ഈ ഓടിൻ്റെ ഭാഗം ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കണം. അത് നെക്സ്റ്റ് ഇതിൽ